ഹായ്, എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലിൻ്റെ പേര് താഴെ അടിയിൽ എഴുതി കാണിക്കും കേട്ടോ. അതിൻ്റെ സൈഡിലായിട്ട് കറുത്ത ബോക്സിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിലൊന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ബട്ടണും കൂടി പ്രസ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾക്ക് മിസ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണാനും പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ഫുൾ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലും ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. വൈറ്റ് ഹെഡ്സൊക്കെ പോയി ടാനൊക്കെ മാറാനുള്ളൊരു വീഡിയോ ചെയ്യാമോ എന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. കൈലാസ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് ഇട്ടിട്ടുള്ളത്. പേര് കാർത്തിക എന്നാണ് കേട്ടോ. അപ്പോൾ കാർത്തിക ഹായ്, ഇന്ന് കാർത്തികയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഓൾറെഡി ഞാൻ ടാൻ പോകാനായിട്ടുള്ളൊരു കോഫി പൗഡറിൻ്റെ ഫേഷ്യൽ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ആഡ് ചെയ്തേക്കാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതിൽ കയറി കാണുക കേട്ടോ. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വൈറ്റ് ഹെഡ്സൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. വൈറ്റ് ഹെഡ്സ് നോർമലി വരുന്നത് നമ്മൾ ഓയിലി ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ എല്ലാവർക്കും ഈ ഒരു വൈറ്റ് ഹെഡ്സ് കാണും. അത് പ്രോപ്പറായിട്ട് നമ്മൾ റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ഈ ഒരു വൈറ്റ് മാറിയിട്ട് ഒരു ബ്ലാക്ക് എന്ന രീതി ബ്ലാക്ക് ഹെഡ്സ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ആ രണ്ടിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം, വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും. അപ്പോൾ കണ്ടിട്ടുള്ളതാണ് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്. വൈറ്റ് മാറിയിട്ടാണ് ബ്ലാക്ക് ആവുന്നത്. പ്രോപ്പറായിട്ട് നമ്മളത് റിമൂവ് ചെയ്യാതിരിക്കുന്ന ആ ഒരു അവസരത്തിലാണ് ഇത് ബ്ലാക്കിലേക്ക് ചേഞ്ച് ആവുന്നത്. അപ്പോൾ ഇത് ഇന്ന് എങ്ങനെയാണ് വളരെ നാച്ചുറലായിട്ട് നമ്മൾ മാറ്റാൻ പോകുന്നതെന്നുള്ളൊരു സ്ക്രബാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ നന്നായിട്ട് ഫേസ് സ്റ്റീം ചെയ്യുക, നന്നായിട്ട് ആവി പിടിക്കുക. നന്നായിട്ടെന്ന് വെച്ചാൽ ഒരു 5 to 10 മിനിറ്റ്സ് ഇത് നന്നായിട്ട് ആവി പിടിച്ചാൽ മാത്രമേ ഡീപ്പിലിരിക്കുന്നതാണെങ്കിൽ അത് പുറത്തു വരുള്ളൂ. അപ്പോൾ അത്രയും സമയം നമ്മൾ നന്നായിട്ട് ഒന്ന് സ്റ്റീം ചെയ്യുക. ഫേസൊക്കെ ഒന്ന് വിയർത്ത് ആ ഒരു വിയർപ്പ് തുള്ളികളായിട്ട് ഒന്ന് ചൂടായി നല്ല ഒരു 5 to 10 മിനിറ്റ്സ് എന്തായാലും നിങ്ങൾ പിടിക്കുക കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് വരാം. സ്ക്രബ് തയ്യാറാക്കാൻ ആദ്യമായിട്ടൊരു ബൗളെടുക്കുക. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് തൈരാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. തൈര് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫേസ് നന്നായിട്ട് ആവി പിടിക്കുക. ആവി പിടിച്ചതിന് ശേഷം ഈ സ്ക്രബ് ഫേസിൽ അപ്ലൈ ചെയ്യുക. ഫേസൊക്കെ ആവി പിടിച്ച് നന്നായിട്ട് സെറ്റായിട്ടിരിക്കുകയാണ്. നമ്മുടെ സ്ക്രബും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതാ സ്ക്രബും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് സ്ക്രബ് എടുക്കുക, നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് വൈറ്റ് ഹെഡ്സൊക്കെ ബ്ലാക്ക് ഹെഡ്സൊക്കെ ഉണ്ടാകുന്ന നോസ്, ഈ ഒരു നമ്മുടെ ലിപ്പിൻ്റെ ഏരിയ, പിന്നെ ചിലവർക്കൊക്കെ ഈ ഫോർഹെഡിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. കുറേ നാളായിട്ട് ഒന്നും ചെയ്യാതെയൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ അത്യാവശ്യം നല്ല ഡീപ്പിലായിട്ടായിരിക്കും വൈറ്റ് ഹെഡ്സൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു തവണ ചെയ്തെന്ന് വെച്ചിട്ട് പോവില്ല കേട്ടോ. നിങ്ങളൊരു 2 ദിവസം ഇടവിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മാറും. ചെറിയ വൈറ്റ് ഹെഡ്സൊക്കെ ആണെങ്കിൽ 1 തവണ മതി, നന്നായിട്ട് ഇളകി പോരും കേട്ടോ. ഫേസിൽ നന്നായിട്ട് സ്ക്രബ് അപ്ലൈ ചെയ്ത് കുറച്ചൊന്ന് മസാജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ്സൊക്കെ മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് വാഷ് ചെയ്യാം. ഫേസൊക്കെ വാഷ് ചെയ്ത് ഏകദേശം നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം വൈറ്റ് ഹെഡ്സൊക്കെ ഉള്ളപ്പോൾ തൊടുമ്പോൾ ഒരു പിരിപിരിപുരാന്ന് തോന്നും. പക്ഷേ ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വൈറ്റ് ഹെഡ്സ് എല്ലാം റിമൂവ് ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കാർത്തികയ്ക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ ആരെങ്കിലും കാണുന്നവർക്ക് വൈറ്റ് ഹെഡ്സ് ഉണ്ടെങ്കിൽ വളരെയധികം യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടെ സബ്സ്ക്രൈബ് ഉറപ്പായിട്ടും ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.